ടി വി കൃഷ്ണൻ തുരുത്തി, രഞ്ജിത്ത് ജഗന്നാഥൻ, KC രഘുനാഥ് എന്നിവർ നിർമ്മിച്ച ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന ചിത്രം ഈ വരുന്ന 1-ാം തീയതി തിയേറ്ററുകളിലെത്തുകയാണ്. മാർച്ച് 1-ന് ഈ സിനിമയുടെ പ്രചരണാർത്ഥം നടത്തുന്ന ഈ വാർത്താ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കാനായി ഇവിടെ എത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്നവരെ പരിചയപ്പെടുത്താൻ സംവിധായകൻ TV രഞ്ജിത്ത്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രമാണ്. വിനീതിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, സംവിധായകനാണ്, നടനാണ്, നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം. ഈ ചിത്രത്തിൽ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നീ ചിത്രത്തിൽ പ്രധാന വേഷം അവതരിപ്പിക്കുന്ന സുബീഷ് സുധി, അദ്ദേഹം നിരവധി സിനിമകളിലൂടെ നമുക്കെല്ലാവർക്കും പരിചിതനാണ്. അതുപോലെ തമിഴിലും മലയാളത്തിലും ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഗൗരി, ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ശ്രീ TV കൃഷ്ണൻ തുരുത്തി, അതുപോലെ നമുക്ക് ഏറെ പ്രിയങ്കരിയായ ദർശന, എല്ലാവരും ഇവിടെയുണ്ട്. ആദ്യം സുബീഷിനോട് ഈ ചിത്രത്തെ പറ്റി 2 വാക്ക് പറഞ്ഞ് തുടങ്ങാം എന്ന് ഞാൻ. ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമയിൽ ഒരിക്കലും ഒരു നായകമാകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഥയാണ് ഈ സിനിമയുടെ നായകൻ എന്ന് പറയുന്നത്. എൻ്റെ 16 വർഷത്തെ ജേണിയിൽ എൻ്റെ സുഹൃത്തുക്കളായ സിനിമാ സുഹൃത്തുക്കളും പുറത്തുമുള്ള ആൾക്കാർ എനിക്കൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യണമെന്ന് അവരാഗ്രഹിച്ചിരുന്നു. ശരിക്കും ഞാൻ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്കൊരു പേടിയുണ്ടാവും. ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്യുമ്പോൾ മറ്റുള്ള ക്യാരക്ടർ റോളിന് ആൾക്കാർ വിളിക്കുമെന്നില്ല പേടി ഞാൻ വന്ന കാലത്തെ എനിക്കുണ്ടായിരുന്നു. അത് ഇപ്പോഴും പോയില്ല. അപ്പോൾ നിസാം റാവുത്തർ എന്ന് പറയുന്ന ഇതിൻ്റെ തിരക്കഥാകൃത്താണ് പറയുന്നത്, ഇങ്ങനൊരു പേര് പറഞ്ഞ് ഇതിൻ്റെ കഥ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വേണമെങ്കിൽ വേറൊരു ആർട്ടിസ്റ്റിനെ സമീപിക്കാം, ഞാൻ നിങ്ങളെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അല്ല വേണ്ട, ഇത് നിങ്ങൾ ചെയ്യണം, ഇത് നിങ്ങൾക്ക് ഉണ്ടായൊരു സിനിമയാണ്. അങ്ങനെയാണ് ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുന്ന സിനിമ നമ്മൾ പൂർത്തിയാക്കുന്നത്. അതുപോലെ നമ്മൾ ഒരുപാട് സങ്കീർണ പ്രതിസന്ധികളിലൂടെ ഈ സിനിമ പൂർത്തിയാക്കി. 2 തവണ ഷെഡ്യൂൾ ബാക്കപ്പായി. മഴ കാരണം, പ്രകൃതിയിലുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം. ഇപ്പോൾ നമ്മൾ സിനിമ റിലീസ് ചെയ്യാൻ 1-ാം തീയതി, കാരണം നമ്മൾ ജനുവരിയിലെ ഈ സിനിമയുടെ റിലീസ് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ വലിയ സിനിമകളിൽ കൊണ്ടുപോയി ഈ സിനിമയെ ഇതാക്കേണ്ട നമ്മളെ സുഹൃത്തുക്കളും ഒരുപാട് മാധ്യമ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞു, ഇത് നല്ലൊരു സിനിമയാണ്, ഇത് തിയേറ്ററിൽ ഓടും. അങ്ങനെ നമ്മൾ സിനിമയില്ലാതെ നോക്കി മാർച്ച് 1-ലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തു. ഈ ഇടിപെട്ടി അവൻ എന്തോ കടിക്കുക പറഞ്ഞ പോലെ അന്ന് തിയേറ്റർ സമരം തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളെ എല്ലാ പ്രശ്നങ്ങളും സാമ്പത്തിക കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് 1-ാം തീയതി റിലീസ് ചെയ്തേ പറ്റും. അപ്പോൾ 1-ാം തീയതി റിലീസ് ചെയ്യുന്ന പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ബാക്കി ഇവരൊക്കെ സംസാരിക്കും. ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ള സിനിമ നമ്മളത് ഷൂട്ട് ചെയ്തത് കഴിഞ്ഞ ജൂൺ ജൂലൈയിലാണ്. അന്ന് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥകളും പല കാരണങ്ങളും ഉണ്ടായി. അതിനുശേഷം നമ്മൾ ഇപ്പോൾ റിലീസിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചു ചിത്രങ്ങൾ, ഇപ്പോൾ വലിയ ചിത്രങ്ങൾ നമ്മളിവിടെ ബോക്സ് ഓഫീസിൽ വളരെ സജീവമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ചെറിയ സിനിമാ ശ്രമങ്ങളും ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ സ്പേസ് ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഈ സിനിമ ഇതിന്റെ ഒരു പ്രമേയത്തിന്റെ വൈവിധ്യം കൊണ്ടും അതുപോലെ ഇതുപോലെ ഇറങ്ങിയിരിക്കുന്ന ഒരു കണ്ടന്റ് കൊണ്ടും ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു വ്യത്യസ്തതയുണ്ട് ഇതില്. അപ്പോൾ ഈ സിനിമയ്ക്കും ഇവിടെ ഒരു സ്പേസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുമെന്നും പ്രതീക്ഷിക്കുന്നു. സംവിധായകൻ TV രഞ്ജിത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് അധികം സംസാരിപ്പിക്കരുതെന്ന്. എന്നാലും ഒരു 2 വാക്ക്. ഈ സിനിമ ഒരു എന്റർടൈനർ സിനിമയാണ്. പക്ഷേ അതിനിപ്പോൾ ഒരു വലിയൊരു പ്രമേയം ഈ സിനിമ പറയുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ സിനിമ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ടതാണ്. ഗൗരി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു ക്യാരക്ടറിന്. ഇതിൽ ഞാനൊരു ആശാ വർക്കറിൻ്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത്.
അപ്പോൾ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ആ ഒരു ടൈറ്റിൽ തന്നെ വളരെ ക്യാച്ചി ആയിട്ട് എനിക്ക് തോന്നി. അത് എന്താണ്, പലവരോട് ഞാൻ പറയുമ്പോഴും അവർ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എന്നോട് ചോദിക്കാറുണ്ട് ഈ പടത്തിനെ കുറിച്ച്. ഈ സിനിമയുടെ ബ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഈ പടത്തിന്റെ ഒരു 2 വാക്കിൽ തന്നെ നമുക്ക് അതിന്റെ ബ്യൂട്ടി നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഭയങ്കര ക്യാച്ചിയാണ്, നല്ലൊരു സിനിമയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ സുബീഷ് ഏട്ടൻ എന്നെ വിളിച്ച് സംസാരിച്ചപ്പോഴും ഇത്രയും വർഷം ഇത്ര എക്സ്പീരിയൻസ് ഉള്ളൊരു ആക്ടർ തന്നെയാണ്. അപ്പോൾ സുബീഷ് ഏട്ടൻ ലീഡായിട്ട് എന്നോട് പിന്നെ ചോദിച്ചു, ഗൗരി എന്താ ലീഡ് ക്യാരക്ടേഴ്സ് ആണല്ലോ തമിഴിലും തെലുങ്കിലും ഒക്കെ ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറും എടുക്കുന്ന എന്തിനാണെന്നൊക്കെ പലവരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കഥയിൽ ഹീറോ ഹീറോയിൻ അങ്ങനെയൊന്നും ഇല്ലാതെ ഓരോ ക്യാരക്ടേഴ്സിനാണ് അവരുടേതായ ഒരു ഇമ്പോർട്ടൻസ്. നമ്മളെല്ലാവരും ആ കഥാപാത്രമായി മാറും. അപ്പോൾ ഇങ്ങനത്തെ സിനിമകളിൽ ഭാഗമാവാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. അങ്ങനത്തെ ഒരു ആക്ടറായി ആവണം തന്നെയാണ് എൻ്റെ ഒരു ഇങ്ങനത്തെ സിനിമകൾ സപ്പോർട്ട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൃഷ്ണൻ സാറും പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നും വളരെ ഹാപ്പിയാണ്. ഇപ്പം ഇതിൻ്റെ ടീസറും സോങ് റിലീസൊക്കെ കഴിഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ കുറേ ആശമാരുടെ അവരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി ഈ ഒരു സിനിമയിലൂടെ. ആശമാരോട് എനിക്ക് നല്ലൊരു റാപ്പോ ഉണ്ട്. അവരെ കുറേ പേരെ ഞങ്ങൾ മീറ്റ് ചെയ്തു. ഞാൻ സിറ്റിയിലാണ് വളർന്നത്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ തന്നെയാണ്, ഒരു നാട്ടുമ്പുറം, ഒരു നാടൻ പെൺകുട്ടി ദിവ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ പടങ്ങളും നിങ്ങൾ എല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് ആയാലും ബ്രഹ്മയുഗം, പ്രേമലു, ഇതെല്ലാം ഇപ്പോൾ തിയേറ്ററിൽ കുറേ എല്ലാവരും വന്ന് കാണുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഈ പടവും എല്ലാവരും എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. താങ്ക് യു. ശ്രീ TV കൃഷ്ണൻ തിരുത്തി, അദ്ദേഹം സിനിമയുടെ നിർമ്മാതാവാണ്. നമസ്കാരം പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ. ഞാൻ ആദ്യമായാണ് ഇങ്ങനെ ഒരു സിനിമാ മേഖലയിൽ കൈവച്ചിട്ടുള്ളത്. ഇവിടെ എത്തിയത് എൻ്റെ പ്രിയ സുഹൃത്ത് സുബീഷ് മുഖാന്തരമാണ്. ഒരുപാട് പ്രതിസന്ധികളാണ് സുബീഷ് പറഞ്ഞ പോലെ സിനിമയുടെ എത്തിയിട്ടുള്ളത്. കാരണം കാസർഗോഡ് ജില്ലയിലെ ഒരു ദ്വീപ്, അച്ചാന്തുരുത്തി എന്ന ദ്വീപിലാണ് ഈ സിനിമയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല ഇടിയും മഴയും വന്നു. ഇത് പറഞ്ഞ പോലെ 2 പ്രാവശ്യം പേക്കപ്പ് ആയതൊക്കെ വന്നിട്ടുണ്ട്. നല്ലോണം ത്യാഗം സഹിച്ചിട്ടുണ്ട് എല്ലാവരും. അതുപോലെ തന്നെ ആ ത്യാഗത്തിൻ്റെ ഫലം ഇറങ്ങുന്ന 1-ാം തീയതി മുതൽ നമ്മൾ ലഭിക്കും എന്നൊരു പ്രതീക്ഷയോടെ നമ്മൾ ഇരിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ആദ്യമായിട്ട് കൈവച്ച ഈ സിനിമ എല്ലാവരും നെഞ്ചോട് ചേർക്കട്ടെ. മാത്രമല്ല ഒരു ആശാവർക്കരെ കുറിച്ചിട്ടുള്ള കേരളത്തിൽ, ഇന്ത്യയിൽ ആദ്യമായി ഇറങ്ങുന്ന ഒരു പ്രത്യേക കണ്ടന്റുള്ള ഒരു സിനിമ കൂടിയാണിത്. ഇതിൻ്റെ എല്ലാവിധ വിജയം ഉണ്ടാവണം, നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം. സുബീഷിനെ സംബന്ധിച്ചിടത്തോളം ലാൽ ജോസ് സാറ് സുബീഷിൻ്റെ ഗുരുവാണെന്നാണ് പറയാറുള്ളത്. ലാൽ ജോസ് സാറിൻ്റെ സിനിമകളിലൂടെയാണ് സുബീഷ് വന്നത്. അതുപോലെ തന്നെ ലാൽ ജോസ് സാറിൻ്റെ ഒരു ചിത്രത്തിലൂടെ നമ്മളുടെ മുമ്പിലെത്തിയ ദർശന. എനിക്ക് ഈ ഇൻട്രൊഡക്ഷൻ എപ്പോഴും ഇഷ്ടമാണ്. കാരണം സാറിൻ്റെ സിനിമയിലൂടെ വന്നെന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമയിൽ ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ടാണ് എൻ്റെ ക്യാരക്ടർ. ചാലഞ്ചിങ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരുന്നു. കാരണം കോർട്ട് റൂം സീൻസിലൊക്കെ വളരെ ലെങ്തി ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിപ്പം ഡയലോഗ്സ് കിട്ടുമ്പോൾ മനസ്സിലാക്കി പറയുന്നതിനേക്കാളും കുറച്ച് കാണാതെ പഠിക്കേണ്ട വന്നത് ഈ സിനിമയിലായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയെല്ലാം പ്രേക്ഷകരാണ് വിലയിരുത്തേണ്ടത്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാർച്ച് 1-ന് സിനിമ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചോദ്യങ്ങളിലേക്ക് കിടക്കും. ഇതിന്റെ സബ്ജക്റ്റിനാണ് കാരണം. ഇതുപോലൊരു സിനിമ എക്സ്പീരിയൻസ് വേറെ പടത്തിൽ കണ്ടിട്ടുണ്ടോ?
സുബീഷ് ചേട്ടൻ അഭിനയിക്കുന്നതാണ് എന്നെ അതിലെ എക്സൈറ്റിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ല, ഞാനാണ് മൂപ്പറെ കാസ്റ്റ് ചെയ്യുന്നത്. അതല്ല, ഇദ്ദേഹം 10-25 വർഷമായി സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹം കുതിരവട്ടം പപ്പു സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഇയാളെ സിനിമയിലെത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് മനുഷ്യന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരാൾ നമ്മൾ രക്ഷപ്പെടുമ്പോൾ എല്ലാവരും രക്ഷപ്പെടുന്ന വെച്ചു. അപ്പോൾ അങ്ങനെയാണ് മൂപ്പറ ഈ പടത്തിലേക്ക്, നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഈ പടം എത്തിക്കാം. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പോൾ നീ അടുത്തതിൻ്റെ ചോദ്യം. അങ്ങനെയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 16 വർഷത്തിനുള്ളിൽ എനിക്ക് വേഷം തന്ന 10-40 സംവിധായകന്മാരുണ്ട്. അപ്പോൾ അവർ ചെറുതാണെങ്കിൽ അവർ സിനിമയിൽ ഉൾപ്പെടുത്തുക എന്നൊരു വലിയ കാര്യമാണ്. കാരണം ഒരു സിനിമ അന്വേഷിച്ച് നടക്കുന്ന ഒരാൾക്ക് ഒരു ചെറിയ വേഷം ഒരു സീനിൽ വന്നു പോകുക എന്നുള്ള വലിയ കാര്യമാണ്. കാരണം നമുക്കൊരു എൻട്രി കിട്ടുക. അപ്പോൾ ആ എൻട്രി ഇങ്ങനെ 16 വർഷമായി ഞാൻ സിനിമ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നിസാം റാവുത്തർ വന്ന് പറഞ്ഞു ഇങ്ങനൊരു സിനിമയുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും അട്രാക്ട് ചെയ്തത് ഇത് ആര് ചെയ്താലും ഈ സിനിമ നിൽക്കും, ഞാനല്ല, ഇനി ആര് ചെയ്താലും ഈ സിനിമ നിലനിൽക്കും. അതാണ് എന്നെ അട്രാക്ട് ചെയ്യിപ്പിച്ചൊരു കാര്യം. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം എന്നോട് എല്ലാ സംഘടനാ തലത്തിലുള്ള പ്രധാനപ്പെട്ട നേതൃത്വത്തിലെ ആൾക്കാർ എന്നോട് പറഞ്ഞു ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിക്കോ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ ആൾക്കാരുടെ പേര് ഞാൻ പറയുന്നില്ല. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഹായ് ഹായ്. സുബീഷ് ഏട്ടൻ എപ്പോഴും പറയുന്ന ഒന്നാണ്, ഇതിന്റെ കഥ തന്നെയാണ് ഇതിന്റെ ഹീറോ. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു 2 വാക്കിൽ തന്നെ നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ എനിക്ക് ഈ പടത്തിൽ ഒരു ഭാഗമാവണം. പിന്നെ ദിവ്യ ആശാ വർക്കറിന്റെ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രായത്തിലുള്ളൊരു ആക്ടറിന്റെ നിലയിൽ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ഇതാർക്ക് എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ആക്ടറിന് കൊടുത്താൽ അവർ ഹാപ്പി ആയിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. ബിക്കോസ് ഒരു വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര എന്താണ് എക്സ്ട്രീമായിട്ട് ഫെമിനിസ്റ്റിക് അല്ലെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു നാട്ടിൽ നടക്കുന്ന ഒരു മിടുക്കി കുട്ടിയുടെ ഒരു കഥയാണ്. അപ്പോൾ എനിക്കതിൻ്റെ റിയലിസ്റ്റിക് നിസാമൊക്കെയാണ് എഴുതിയത്, നിസാം റാവുത്തർ. അതിൻ്റെ റിയലിസ്റ്റിക് സെൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് സൊസൈറ്റിയിൽ നടക്കുന്നത്. ഇത് വളരെ എൻ്റർടൈനിങ് ആയിട്ട് ഒരു നല്ല മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. ഇതിൻ്റെ ടീസറിലൊക്കെ കാണുന്ന പോലെ തന്നെ NSV അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരു ടാബു ടോപ്പിക്കായിട്ട് നമ്മളുടെ സൊസൈറ്റിയിൽ കൺസിഡർ ചെയ്യുന്ന പല കാര്യങ്ങളെയും ഞങ്ങൾ വളരെ സെൻസിറ്റീവായിട്ട് ഇതിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയിൽ ഭാഗമാവാൻ പറ്റിയതിലും ഞാൻ വളരെ ഹാപ്പിയാണ്. പടം കണ്ടിട്ട് ആശമാർ അങ്ങനെ പറയുന്നായിരുന്നു എൻ്റെ പേടി. പക്ഷെ എൻ്റെ സന്തോഷത്തിലും എൻ്റെ ആശ്വാസത്തിലും അവർക്ക് എല്ലാവർക്കും അവരുടെ ജീവിതം അവരുടെ ജീവിതം കറക്റ്റായിട്ട് റെപ്രസെൻ്റ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അതുവരെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവർ എന്ന് വെച്ചാൽ റിയൽ ലൈഫിലുള്ള ക്യാരക്ടേഴ്സിനാണല്ലോ നമ്മൾ ഒരു അഭിനയിക്കുന്നത്. അപ്പോൾ അതൊരു അഭിനയമല്ലാതെ എത്രയും നാച്ചുറലായിട്ട് അല്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ട് അതിനെ പോർട്രേ ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഷൂട്ടിങ്ങിൻ്റെ സമയത്തും. സുബീഷ് ഏട്ടനും കാണുന്ന എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഗൗരി എന്ന് പറയുമ്പോൾ പോലും ഒരു ആശ സിനിമ കണ്ടിട്ട് അത് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് തന്നെയാണ്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു സ്ക്രീനിങ് ലാൽ മീഡിയയിൽ നടന്ന സ്ക്രീനിങ് കഴിഞ്ഞ് ഉടനെ തന്നെ ആ കുട്ടിയെ ഒന്ന് വിളിക്കുമോ, ഞങ്ങൾക്ക് കുട്ടിയെ ഒന്ന് സംസാരിക്കണം. അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും വർഷം കഴിഞ്ഞ ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ആരും അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് എല്ലാവരും. അപ്പോൾ അവർ പടം കണ്ടപ്പോഴേ, അപ്പോൾ ഞാനാണ് വിസാരിച്ചത്. അപ്പോൾ ഒരു 14 ജില്ലകളിലെ 2 അവരുടെ ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ് എല്ലാവരും വന്നിരുന്നു പടം കാണാൻ. അപ്പോൾ അവരൊറ്റ വാക്ക് പറഞ്ഞു, അവർ 26,000 മെമ്പർമാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ് അവർ ഈ പടം വിജയിപ്പിക്കും. മനസ്സിലായോ? ചിലപ്പോൾ ഒരു തിയേറ്ററിലേക്ക് മാർച്ച് ഈ സിനിമക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷേ ഇതൊരു കക്ഷി രാഷ്ട്രീയം ചർച്ച ചെയ്തൊരു സിനിമയല്ല ഇത്. ഈ സിനിമ നല്ലൊരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഒരു സാധാരണ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന, ഒരു നാട്ടിലുണ്ടാക്കുന്ന, കുടുംബത്തിൽ മാത്രമല്ല സൗഹൃദങ്ങളിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാക്കുന്ന, സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഡയറക്ടറോടാണ് ഇതിന്റെ ടീസറിലൊക്കെ കണ്ടവരെ തന്നെ ഒരു കുടുംബാസൂത്രണം, അതിനെതിരെയുള്ള ഒരു മെസ്സേജ്, അതിന്റെ ഒരു ബോധവൽക്കരണം, ഒരു തമാശ രൂപേണ. കുടുംബാസൂത്രം എതിരല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അതിനെ ബോധവൽക്കരണം ചെയ്തുകൊണ്ട് ഇന്നത്തെ തലമുറയിലേക്ക് ഒരു തമാശ രൂപേണ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അതെ, തമാശ രൂപത്തിൽ പറഞ്ഞാൽ പ്രേക്ഷകർ അത് കാണുമോ? കണ്ടാലല്ലേ ആ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ആവും. ഇതിന്റെ ടൈറ്റിലിൽ തന്നെ അതിൻ്റെതായ കാര്യങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം അതിനു വേണ്ടി ബോധേഡായിരുന്നു? ഈ ഒരു ടൈറ്റിലിൽ തന്നെ ഒരു അതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തായിരുന്നു? ഇങ്ങനെ തന്നെ ഈ സിനിമയുടെ സബ്ജക്റ്റിന് അനുസരിച്ചുള്ള രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ടൈറ്റിൽ ഇല്ലല്ല. ആദ്യം ഇത് കണ്ടിട്ട് സെൻസർ ബോർഡ് സെൻസറില്ല പറഞ്ഞു. പിന്നീട് നമ്മൾ സിനിമ കണ്ടപ്പോഴാണ് അവർക്ക് ബോധ്യമായത് ഏകദേശം കാര്യങ്ങളൊക്കെ. ഈ സിനിമയിലെ കഥാപാത്രം എങ്ങനെയാണ്? ഒരു നാട്ടുമാർഗത്തിൽ സ്ഥിരം കണ്ടിരുന്ന ഒരാളൊരു കഥാപാത്രമാണ്. ഈ പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റാറിന്റെ കുറച്ചും കൂടെ ഒരു സ്പൂഫ് ക്യാരക്ടറായിരുന്നു അജിത് മേനോൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിരുന്നു. അതിനെ ഈ പറഞ്ഞ പോലെ ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിലൊക്കെ ആയാലും 2 കൊടുക്കണം എന്നൊക്കെ തോന്നുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് കുറച്ചും കൂടെ ലൈക്കബിൾ ആയിട്ടുള്ള ഒരാളാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പെയിന്റ് പണിക്ക് വന്ന ഒരാളാണ്. അപ്പൊ അത് ആ നാട്ടില് സുബീഷ് ചേട്ടന്റെ ക്യാരക്ടറിന്റെ കൂടെ പെയിന്റ് പണിക്ക് വന്ന ഒരാളാണ്. അപ്പോ അതിപ്പോ എന്താ പറയാ, നമ്മള് തൊഴിലില്ലായ്മയും എല്ലാണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനകത്ത്. അപ്പോ അങ്ങനെ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രണയം അതുണ്ട്, അങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട്. അതുപോലെ ഒരു ഭയങ്കര ലൈക്കബിൾ ആയിട്ടുള്ള ഒരു നാട്ടിൻപുറത്ത് ഒരു ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു പയ്യൻ, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ഇപ്പൊ പറഞ്ഞാൽ ഏത് സിനിമയായാലും ശരി, ചെയ്യുന്ന കഥയ്ക്കായിട്ട് ഇമ്പോർട്ടൻസ്, ചെയ്യുന്ന കഥാപാത്രം അതിനകത്തൊരു ചെറിയ പാർട്ടിനാണെങ്കിലും ചെയ്യുക എന്നുള്ളതായിരിക്കും. നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ലീഡ് ക്യാരക്ടേഴ്സ് കിട്ടുന്ന, അല്ല അവരെ സെൻട്രിക് ആക്കുന്ന ഒരു കഥാപാത്രങ്ങൾ വരികയാണെങ്കിൽ അവർ അത് ചെയ്യാനായിരിക്കും കൂടുതൽ. ഇപ്പോൾ ഗൗരിനെ പറഞ്ഞ ഇതിന് കഥയാണ് ഇമ്പോർട്ടൻസ്, ഞാനൊരു പാർട്ട് നോക്കാനുള്ളത്. ശരിക്കും ഗൗരിയുടെ ഇത് നോക്കുകയാണെങ്കിൽ തമിഴിലായാലും ശരി മലയാളത്തിലായാലും ചെയ്യുന്ന എല്ലാം വെറൈറ്റി ആയിട്ട് വേണമെങ്കിൽ നല്ല ഇത് വേണമെങ്കിൽ എനിക്ക് കഥ വേണമെന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ആണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെറിയ റോളാണെങ്കിൽ കൂടി ചൂസ് ചെയ്യാൻ ഒരു കാരണം? അല്ലെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള അങ്ങനെ ഒരു ആക്ട്രസ് ആണോ? അതല്ല ഞാൻ പറയുന്നത്, ഒരു ചെറിയൊരു കഥാപാത്രമാണെങ്കിലും ചൂസ് ചെയ്ത് ഇപ്പോൾ ഒരു സീനിൽ വന്നു പോകുന്നതാണെങ്കിൽ കൂടി ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ട്, അത് കുറവാണ് ഇപ്പോൾ. അല്ല, ഇപ്പൊ ഒരു ക്യാമിയോ അപ്പിയറൻസ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജുവില് സുരാജേട്ടൻ ചെറിയൊരു റോളായിരുന്നു, പക്ഷെ ആ ഒരു ഇമ്പാക്ട് ഭയങ്കരമായിരുന്നു. പക്ഷെ ആ ഒരു ലെവലിൽ ഞാൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ വന്നു പോയിട്ട് ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഈ സിനിമയിൽ എനിക്കൊരു വൺ ഓഫ് ദ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ എനിക്ക് ചോദ്യം മനസ്സിലായി. ഞാൻ ചിന്തിക്കുന്നത് നല്ല കഥകൾ പറയണം, അതാണ് എൻ്റെ ഒരു പേഴ്സണലി അതാണ് എൻ്റെ ഒപ്പീനിയൻ. അപ്പോൾ 96-ലാണെങ്കിലും ഞാനൊരു ചൈൽഡ് ആക്ടർ ആയിട്ടാണ് വന്നത്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണലി വളരെയാണ് പഠിക്കുകയാണ്. അപ്പൊ അതിൽ ഞാൻ സെൻട്രൽ ഹീറോയിൻ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ അത് ആർക്കും അല്ല, എനിക്ക് തന്നെ ആയിരിക്കും അതിന്റെ ലോസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാൽ പോലും ഈ ഒരു 5 വർഷത്തിലുള്ള എക്സ്പീരിയൻസിൽ കുറച്ചുകൂടെ ഞാൻ ഇപ്പം 2 വർഷം മുമ്പ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചിലത് അത് കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബാനർ ഇമ്പോർട്ടന്റ് ആണ്. പണ്ടൊക്കെ ഇന്ത്യ പടങ്ങളിലും ചെയ്യണം, പക്ഷെ പലപ്പോഴും നമ്മൾ അത്ര കഷ്ടപ്പെട്ട് അത്ര എഫേർട്ട് കൊടുത്ത് ഒരു പടം ചെയ്യുന്നു, പക്ഷെ അതിനുള്ള റെസ്പോൺസ് കിട്ടാതെ വരുമ്പോൾ നമുക്ക് നല്ല സങ്കടം തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ നല്ല കഥ മാത്രം പോരാ, ചിലപ്പോൾ ഒരു ബാനർ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ടെക്നീഷ്യൻസ് എല്ലാവരും ഒരു ടീം നന്നായാൽ പടം എത്തും. അല്ലെങ്കിൽ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫോംഡ് ഡിസിഷൻ ആയി മാറണം. ഈ ഒരു സിനിമ കേട്ടപ്പോൾ എനിക്ക് ആ ഒരു ഡൗട്ടൊന്നും ഇല്ലായിരുന്നു. ബിക്കോസ് ഒരു ടോട്ടൽ പാക്കേജ് ആയിട്ട് തന്നെയാണ് വന്നത്. ആൻഡ് കഥയിൽ തന്നെ അതിന്റെ പകുതി എലിമെന്റ്സ് എല്ലാം ഉണ്ട്. അഭിനയിക്കുന്ന കഥാപാത്രം എക്സ്പെരിമെന്റൽ ആക്ടറാണോ, അത് എന്റെ കഥാപാത്രം കിട്ടുന്നത് എന്റെ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രം ബ്രേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡന്റിറ്റി എന്ന കഥാപാത്രം എന്ന് നോക്കാറുണ്ടോ? എക്സ്പെരിമെന്റൽ ആയിട്ട് സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടോ? തീർച്ചയായും ഉണ്ട്. എക്സ്പെരിമെന്റൽ ആയിട്ട് ഇപ്പം സ്റ്റീരിയോ ടൈപ്പ് ആവാതിരിക്കുന്നത് ഒരു ആക്ടറിന്റെ നിലയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മള് പുതിയ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് തന്നെ ട്രൈ ചെയ്യണം. അത് വർക്ക് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ എക്സ്പെരിമെന്റൽ ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം തന്നെയാണ് എന്റെ ഒപ്പീനിയൻ. ജീവിതത്തിൽ ഒരിക്കലും ബന്ധമില്ല. ജീവിതത്തിൽ ബന്ധമുണ്ടെന്ന് ഇയാൾ ചെയ്യുന്ന തൊഴില് ഞാൻ ചെയ്തിട്ടുണ്ട്. പെയിന്റ് പണി കോളേജ് കാലഘട്ടത്തിന്റെ കഴിഞ്ഞ ഉടനെ സിനിമയിൽ വരുന്നതിനെപ്പെട്ട കാലഘട്ടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള കാര്യത്തിലൊന്നും ബന്ധമില്ല. ഇതെല്ലാം ചിരി നിങ്ങളെ തിയേറ്റർ കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സിനിമയിലെ കഥാപാത്രം പാപ്പത്തിനൊടുവിലാണ് സിനിമയിലെ കഥാപാത്രമായാലും കുറച്ച് നോട്ടമുള്ള കഥാപാത്രങ്ങൾ ഈ സിനിമയിലെ കഥാപാത്രം വക്കീലാന്ന് പറഞ്ഞു. എത്രത്തോളം ചെയ്യുന്ന ഒരു ഒന്നിനൊന്നും ഡിഫറെന്റ് ആകാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഈ എത്രത്തോളം ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ എന്റേതായിട്ട് ഐഡന്റിറ്റി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഉണ്ടാവില്ല. നമ്മൾ തന്നെ സെൽഫ് പ്രിപ്പയർ ചെയ്യുമല്ലോ, എത്രത്തോളം? ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഈ സിനിമയുടെ ഒരു പ്രധാന ഭാഗം നടക്കുന്നത് ഒരു കോർട്ട് റൂമിലാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ എന്റെ ക്യാരക്ടർ അതിലുണ്ട്. അപ്പം ഒരു മുഴുവൻ ഇല്ലെങ്കിലും ആ ഒരു സീൻ എന്തായാലും ശ്രദ്ധിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമയുടെ ഒരു ഇമ്പോർട്ടന്റ് എന്താ ഒരു ഇവന്റ് നടക്കുന്നത് തന്നെ അവിടെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അതിൽ ഞാൻ ഭാഗമായതുകൊണ്ട് ശ്രദ്ധിക്കപ്പെടുമെന്ന് എന്റെ വിശ്വാസം. ഇനി കണ്ടിട്ട് തീരുമാനിക്കുന്നത്. എപ്പോഴെങ്കിലും ചെയ്യുന്ന സിനിമകൾ വെച്ചിട്ട് ആളുകൾ എപ്പോഴെങ്കിലും ചെയ്യുന്ന സിനിമയെ അങ്ങനെ വരാറുണ്ടോ? അതോ അതിനുള്ള സ്ട്രഗിളിങ് ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ടോ? നായിക എന്നുള്ള ഒരു ഐഡന്റിറ്റിയാണ് മെയിൻ ആയിട്ട് ഇപ്പോഴും ആൾക്കാർ എനിക്ക് തോന്നുന്നു. നായികൻ സോളമൻ, പിന്നെയാണ് കണ്ടിട്ടുണ്ട് പാപ്പച്ചൻ, അങ്ങനെ പറയുന്നത്. എന്തായാലും ഫസ്റ്റ് എല്ലാവരും എന്നെ എനിക്ക് തോന്നുന്നു റെക്കഗ്നൈസ് ചെയ്യുന്നത് നായികല്ലേ ദർശനല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഒരു സിനിമയിലെ കഥാപാത്രമായിട്ട് ലോക്ക് ചെയ്യപ്പെടുന്നില്ല, അങ്ങനെ പ്രകടനം ചെയ്യാറുണ്ടോ? ഞാൻ വരുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ അഭിനയിച്ച് വരുന്നതുകൊണ്ട് അതൊരു 3-4 കൊല്ലം കഴിഞ്ഞു അങ്ങനെ ഇല്ലെങ്കിൽ ചിലപ്പോൾ സങ്കടം വരുമായിരിക്കും. ഇപ്പൊ തുടങ്ങിയതല്ലേ. സമരത്തിലേക്ക് നീങ്ങിക്കും. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഒന്നാമത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര ദോഷമല്ലേ? പ്രൊമോഷൻസ് ഒക്കെ നടന്നു. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒന്നാമത് ഇറക്കാൻ പറ്റുമോ? ഞങ്ങളുടെ പ്രതീക്ഷ ഒന്നാമത് ഇറക്കാൻ പറ്റുമെന്നാണ്. കാരണം സുധീഷ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അവരൊക്കെ ടെൻഷനൊന്നും അടിക്കണ്ട, സ്ട്രൈക്ക് മിക്കവാറും ഉണ്ടാവില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ ഉത്തരം. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മളിപ്പോൾ മുള്ളിൻ്റെ കൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഒരുപാട് ത്യാഗങ്ങൾ കൂടി സഹിച്ചിട്ടുണ്ട്. അതിൽ രസകരമായ ത്യാഗമുണ്ട്, അതിലുപരി നല്ലോണം മറ്റു കാര്യങ്ങളുണ്ട്. ഞങ്ങളെ ദ്വീപില് നായകന്റെ വീട് ഷൂട്ട് ചെയ്ത്, നായകന്റെ വീടുണ്ട്. ആ വീട് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരനാണ് വീടായിരുന്നു. ആ വീട്ടിലെ ആളുടെ പേര് നാരായണനാണ്. എന്റെ വേറെ ആളെ പരിചയപ്പെട്ടാണ് വീട് വാങ്ങിക്കുന്നത്. അപ്പോ
ഞങ്ങൾ കുറച്ച് ദിവസം 12 ദിവസത്തേക്കാണ് ഷൂട്ട് ചെയ്യാൻ വാങ്ങിച്ചത്. ഇപ്പോഴൊക്കെ മഴയൊക്കെ വന്നപ്പോൾ ഡിലേ ആയപ്പോൾ 2 ദിവസം കൂടുതൽ. ഒരു ദിവസം രാവിലെ 6 മണിക്ക് സെറ്റും കൊണ്ട് ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഉടമസ്ഥൻ വീടും പൂട്ടി താക്കോലെടുത്ത് പോയിരിക്കാൻ, ഫോൺ സ്വിച്ച് ഓഫ്. എന്ത് ചെയ്യാ? അവസാനം ഞങ്ങൾ ഇറങ്ങി അവസാനം നോക്കുമ്പോൾ ആളുടെ അമ്പലത്തിന്റെ സൈഡിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് പോയി താക്കോൽ വിളിച്ചു. 10 വയസ്സാണ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ രസകരമായ അനുഭവവും ടെൻഷൻ ഉണ്ടാക്കിയ അനുഭവങ്ങളും ഈ സിനിമയുടെ നമുക്ക് ഉണ്ടായിരുന്നു. മലയാളത്തില് നീരജ് മാധവിന്റെ കൂടെ ഒരു ഡിസ്നി ഹോട്ട്സ്റ്റാർ വെബ് സീരീസ് ആണ്. ബാഷി ഡയറക്ട് ചെയ്ത വിഷ്ണു രാഘവിന്റെ ഡയറക്ഷനിൽ. തമിഴില് വിഘ്നേഷ് ശിവൻ സാറിന്റെ അടുത്ത പടത്തിലുണ്ട്. ലവ് ടുഡേയിൽ അഭിനയിച്ച പ്രദീപ് രംഗനാഥൻ, കൃതി ഷെട്ടി ഇവരൊക്കെ ഉള്ളൊരു പ്രോജക്റ്റിലുണ്ട്. പിന്നെ വരാനുള്ളത് മാർച്ചിൽ തന്നെ ഒരു തമിഴ് റിലീസ് ഉണ്ട്. അതിൽ 96 കഴിഞ്ഞ് ഞാൻ ആദിത്യ ഭാസ്കറിന്റെ കൂടെ റീയൂണൈറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അതൊരു ആന്തോളജി ആയിട്ടാണ് തുടങ്ങിയത്. പക്ഷെ ഒരു തിയേറ്ററിക്കൽ റിലീസിന് ചില മാറ്റങ്ങൾ വന്നിട്ടൊരു ഹൈപ്പർ ലിങ്ക് മൂവി ആയിട്ട്. അതിന്റെ ടൈറ്റിൽ ഹോട്ട്സ്പോട്ട് എന്നാണ്. അപ്പൊ ഇതൊക്കെയാണ് അപ്കമിങ്. പിന്നെ 2-3 പടങ്ങൾ വരാനുണ്ട്. അത് അനൗൺസ് ചെയ്തിട്ടില്ല. പടത്തിന് വേണ്ടി സ്ട്രൈക്ക് ഇച്ചിരി മാറി. ചെറിയ പടം വലിയ പടം എന്നൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഒരു ചെറിയ പടത്തിന് പറഞ്ഞോളൂ ഞാൻ പറയാണ്. അപ്പോൾ വലിയ പടത്തിന് വേണ്ടി സ്ട്രൈക്ക് മാറുകയും ചെറിയ പടങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് വെച്ചാല് ഈ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏത് സിനിമയിൽ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കും വലിയ ആൾക്കാർ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരേ കാര്യമാണ്. നമ്മൾ ചെറിയ സിനിമ പല വർഷം തരില്ല. അവർ ഈ ചെറിയ പടം വലിയ പടമാണെന്ന് തീരുമാനിക്കുന്നത് നമ്മളാരും വലിയ സംഘടനകളോ അല്ല, പ്രേക്ഷകരാണ്. കേരളത്തിൽ 3 കോടി ജനങ്ങളാണ് അതിനൊരു ഉത്തരം പറയുന്നത്. ഇത് ചെറിയ പടമാണ്, ഇത് എഴുതി, അങ്ങനെയൊന്നുമില്ല. ഇത് തിയേറ്ററിൽ വന്നതിന് ശേഷമാണ് ഇത് ചെറിയ പടമാണോ ഇത് വലിയ പടമാണോ ഇത് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അതിനുള്ള ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കും. എല്ലാവരും എക്സൈറ്റഡോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഏപ്രിൽ 11-നാണ് റിലീസ്. ഏപ്രിൽ 11-ന് റിലീസ്. വർക്ക് ചെയ്തതിന്റെ ഒരു അത്ര ആർട്ടിസ്റ്റുകളുമായിട്ട് ഒരു കോമ്പിനേഷൻ ഉണ്ടാവും. ഇല്ല, എല്ലാവരും വേണ്ടില്ല. എന്റെ എനിക്ക് ഞാൻ വർക്ക് ചെയ്തത് പ്രണവായിട്ടും കല്യാണിയായിട്ടും അർജുൻ ചേട്ടനൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് അവരുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനായിരുന്നു. പിന്നെ ബാക്കി ഇത്രയും പേരുടെ ഇത്രയും ലിസ്റ്റ് ഇത് നമ്മുടെ പേരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രണവായാലും കല്യാണിയായാലും ഞെട്ടിക്കും വെക്കാം. ഹൃദയത്തെക്കാളും എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ചിത്രമാണ്. ഞെട്ടിക്കും. അതിപ്പോ നിങ്ങള് കണ്ടിട്ട് നെട്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാം. ചെയ്ത പടങ്ങളായാലും ഈ OTT വരുന്ന സമയത്ത് അല്ലെങ്കിൽ വരുന്ന സമയത്ത് അതിന്റെ കട്ട്സ് മാത്രം, ആ സീൻസിന്റെ കട്ട്സ് മാത്രം ഇങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യണം. ആ സമയത്ത് അതിനോടൊക്കെ എന്താ ശരിക്കും പറയുന്നത്? അത് മാത്രം ചെയ്യുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ അത് വേദനിപ്പിക്കാറുണ്ടോ? ഈ സീൻസിനെ എങ്ങനെയാണ് കാണുന്നത്? എഡിറ്റഡ് സീൻസ് ചോദ്യം മനസ്സിലായില്ല. ഇന്റിമേറ്റ് സീൻ ഒരു പടത്തിലാകുന്ന ആവശ്യമില്ല. ഇന്റിമേറ്റ് സീൻസ് ഈ പടം കാണാത്ത ആൾക്കാർ പോലും ഈ സീൻ മാത്രം എഡിറ്റ് ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിന് അത്ര വലിയ അഭിപ്രായം ഇല്ല എനിക്ക്. അത് ചെയ്യുന്നത് വളരെ മോശമാണ്. അതെനിക്കൊന്ന് കോമൺ സെൻസ് ആണ്. ഇത് പുതിയതല്ല. ഇത് ചെയ്യുമ്പോൾ ഞാൻ ഒട്ടും സർപ്രൈസ്ഡ് അല്ല. അതിൻ്റെതായ ഓഡിയൻസ് ഉണ്ടായിരിക്കും അതിന്. അപ്പോ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലുള്ള കുറെ അനോണിമസ് അക്കൗണ്ട്സും അവർക്ക് അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പോലും ധൈര്യമില്ലാത്ത പലവരുണ്ടാവും. അപ്പൊ ആ അക്കൗണ്ട്സിൽ നിന്ന് സൈബർ ക്രൈം എന്ന് പറയുന്ന ആസ് എ ഫീമെയിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഞങ്ങളെല്ലാവരും വിറ്റ്നസ് ആണ് അത്. അപ്പൊ അങ്ങനത്തെ എഡിറ്റേഴ്സ് അങ്ങനെ ചെയ്യുന്നു, അത് പകരുന്നു, പിന്നെ വീഡിയോസ് കണ്ടു, എന്തുകൊണ്ട് ഇങ്ങനത്തെ പ്രോജക്ട്സ് ചെയ്യുന്നു എന്നൊക്കെ
എന്നൊക്കെ. അപ്പൊ ഒരു പടത്തിന്റെ ഒരു ടോട്ടാലിറ്റിയിൽ മനസ്സിലാക്കാതെ അത് മാത്രം സെല് ചെയ്യുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ്. അതെനിക്ക് തോന്നുന്നു അതാരും എന്താ പറയാ എൻകറേജും ചെയ്യാൻ പാടില്ല. അതല്ല ആ പടത്തിന്റെ ഞങ്ങളൊരു എല്ലാ പടം, എന്റെ പടം മാത്രങ്ങളല്ല, അങ്ങനത്തെ അതിന്റെ ഒരു സോള് തന്നെ നഷ്ടപ്പെടുകയാണ്. അത് മാത്രം യൂസ് ചെയ്ത് ഒരു ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഹാഷ്ടാഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് വളരെ മോശമാണ്. ഇതെപ്പം മാറും? അത് മാറണം. അതിന്റെ ആ ഒരു കൾച്ചർ നമ്മൾ ആരും അതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പാടില്ല. കാണുവാണെങ്കിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. നമ്മള് സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കണം. എനിക്ക് ഐ എം അഗൈൻസ്റ്റ് ദാറ്റ് ഫോർ ഷുവർ. അതിവര് ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞു വെച്ചാലേ, നമ്മൾ പടത്തിൽ ഷൂട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ പടത്തിൽ നായിക ഷെല്ലി, അപ്പൊ അവരൊരു ഹോട്ട്സ്റ്റാർ ഒരു തെലുങ്കിലൊരു വെബ് സീരീസിൽ അഭിനയിച്ചു. അപ്പൊ അവര് ഇതേപോലെ കുറെ സാധനങ്ങൾ ഇത് ചെയ്ത സമയത്ത് അവര് ഞാൻ എല്ലാവരുടെ മൊബൈലിലും ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടില്ല. അപ്പൊ അവര് എന്നോട് പറഞ്ഞാണ് ഇതെന്റെ ജോലിയാണ്. അതേപോലെ ഇപ്പോ ഗൗരിയുടെ കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആശാവർക്കർമാരുടെ കാര്യം, ഒരു 40 വന്നിട്ട് അവർ 15 വർഷമായി എടുക്കുന്ന ജോലിയാണ് ആശാവർക്കർ. അതൊരാളെ സ്ക്രീനിൽ അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ അതൊരു ആക്ടിംഗ് ആണ്. ഗൗരി ചെയ്ത ജോലി ഒരാൾക്ക് ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ ഞാൻ നിങ്ങളെ അവതരിപ്പിക്കുന്നത് നിങ്ങളെ എനിക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ നടന്നാണ് അല്ലേ? അപ്പൊ അത് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പൊ ദർശനയുടെ കാര്യം, നമ്മൾ ദർശനം ഫസ്റ്റ് ഡബ് ചെയ്ത് പോയി. അപ്പൊ നമ്മളെ കുറച്ച് നിങ്ങളെ മീഡിയ സുഹൃത്തുക്കളാണ്, എന്റെ അടുത്ത സുഹൃത്തുക്കൾ ഒന്ന് പടം കണ്ടു പറഞ്ഞു ദർശനയുടെ സൗണ്ട് വോയിസ് മാറ്റണം എന്ന് പറഞ്ഞപ്പോ നമ്മളിങ്ങനെ ചിന്തിച്ചു. അപ്പോ ഞാൻ കുറച്ച് ആൾക്കാരോട് ദർശനമൊക്കെ ഒന്നുകൂടി ദർശനം ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം 8 മണി വരെ ആ സ്റ്റുഡിയോയിൽ എടുത്തിട്ട് നമ്മുടെ ഡയറക്ടറും പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് നാഗരാജ് അർജുൻ എല്ലാം എടുത്തിട്ട് ഇവര് ഒറ്റ ഇതില് ഈ കുട്ടി ചെയ്യുകയായിരുന്നു. അത് ആ ജോലിയോടുള്ള അവർ ജോലി ചെയ്തു. ബാക്കിയില്ല ഇങ്ങനെ പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് ഇത് ചെയ്യാൻ പാടില്ല എന്റെ ഒരു റിക്വസ്റ്റ് അല്ലേ? കാരണം നമ്മൾക്ക് അത്ര ഫീൽ ചെയ്യില്ല. അപ്പൊ ഇവര് ജോലി ചെയ്ത് പോകുന്നതാണ്. ഞാൻ ഇത്ര പറഞ്ഞ വലിയ ആളല്ല, ഞാൻ പറഞ്ഞു. എന്തായാലും April 1 ചിത്രം റിലീസാകുമ്പോൾ ഞങ്ങൾ മാർച്ച് 1 നീണ്ടുപോയെന്നോട്ടെ. മാർച്ച് 1 ചിത്രം റിലീസാകുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാണാൻ വരുന്ന പ്രേക്ഷകരോട് പറയാം. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാലോ. അപ്പോ അതുകൊണ്ട് ഈ സിനിമ വളരെ ആസ്വാദികരമായിട്ടുള്ള ഒരൊന്ന് തന്നെയാണ്. പിന്നെ ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്ന ടെക്നിക്കൽ സൈഡിനെ പറ്റി പറയണം. ഞാൻ ഈ സിനിമയിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാന കാരണങ്ങളും ഈ പറഞ്ഞ പോലെ ഇതിന്റെ ക്യാമറ ചെയ്ത അൻസർ ഷായാണ്. അൻസർ ഷാ ഇഷ്ക്, മൂൺ വോക്ക് എന്ന് പറയുന്ന സിനിമകൾ, ഇതുപോലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. രാജീവ് രവി സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജ്മൽ ഹസ്ബുള്ള, പുരുഷപ്രേതവും എല്ലാം ചെയ്തിട്ടുള്ള അജ്മലും പിന്നെ അങ്കിത് മേനോനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് അങ്കിത്താണ്. അങ്കിത്ത് ഈ പറഞ്ഞ പോലെ ചെയ്യുകയും അതുപോലെ ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ രഞ്ജിത്തേട്ടൻ വേണു സാറിന്റെ ഒരുപാട് സിനിമകളിൽ അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിഷാം ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള നിസാമക്ക സക്കറിയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതുപോലെ ഒരുപാട് ആളുകൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു വളരെ ക്വാളിറ്റി ഔട്ട്പുട്ട്, ഒരു ക്വാളിറ്റി സിനിമ എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ളത്. ആ പേരിലെ അതിന്റെ ഒരു പ്രസക്തി പോലെ തന്നെ, ആ പേരിലെ ഒരു കൗതുകം പോലെ തന്നെ ഒരു കൗതുകം ഈ സിനിമയിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണും.